ആഗ്ര, ജയ്പൂർ, ഋഷികേശ്, അമൃത്സർ, പിന്നെ ഷിംല, മണാലി, ശ്രീനഗർ. ഇങ്ങനെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഡൽഹി. കേരളത്തിൽ നിന്ന് ഒരുപാട് ട്രെയിൻ ഡൽഹിക്ക് ഉണ്ടെങ്കിൽ പോലും ഏറ്റവും പെട്ടെന്ന് എത്തുന്ന ഒരു ട്രെയിനാണ് രാജധാനി എക്സ്പ്രസ്. കേരളത്തിലെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ രാജധാനി ട്രെയിനാണ് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ വെറും 40 മണിക്കൂറുണ്ടാണ് നമ്മൾ ഡൽഹിയിലെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. മറ്റു ട്രെയിനാണെന്നുണ്ടെങ്കിൽ 48 to 50 മണിക്കൂറൊക്കെ നമുക്ക് വേണ്ടി വരും. ഏകദേശം 10 മണിക്കൂറോളം നമ്മൾ ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. രാജധാനി ട്രെയിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് AC കോച്ചുകളാണ് ഉണ്ടായിരിക്കുക. ഫസ്റ്റ് AC, സെക്കൻഡ് AC, പിന്നെ തേർഡ് AC. തേർഡ് AC എന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ 6 സീറ്റും ലെഫ്റ്റ് സൈഡിൽ 2 സീറ്റും. ഇനി സെക്കൻഡ് AC ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ 4 സീറ്റും ലെഫ്റ്റ് സൈഡിൽ 2 സീറ്റും വരുന്ന രീതിയിൽ. ഇത് കൂടാണ്ട് സെക്കൻഡ് ക്ലാസ് ACക്ക് ഒരു കർട്ടനും ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂപ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് കർട്ടന് പകരം ഡോറുകളാണ് ഉണ്ടായിരിക്കുക. അത് തന്നെ 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന കൂപ്പയും 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന കൂപ്പയും ഉണ്ട്. ഇതിന്റെ ഫെയർ നോക്കുകയാണെങ്കിൽ 3 ടയർ AC ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 4100 ആണ്. 2 ടയർ AC ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 6000 രൂപയും. ഫസ്റ്റ് ക്ലാസ് കൂപ്പയാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 7400 രൂപ.